മദർ സുപ്പീരിയർ അവരുടെ 2 ടേം ജനറലായിട്ടുള്ള ഒരാളുണ്ടായിരുന്നു, അതുപോലെ തന്നെ പ്രൊവിൻഷ്യലായിട്ടുള്ള വേറൊരാൾ, 2 പേര് ഏതാണ്ട് ഒരേ മാതിരിയാണ്. 2 ടേം കഴിഞ്ഞു. അപ്പോൾ അവർ മൂന്നാമത്തെ ടേം അങ്ങനെ പറ്റില്ല നിയമപ്രകാരം. അപ്പോൾ അതിനുവേണ്ടി അവരുടെ ടീമിലുണ്ടായിരുന്ന അവർക്കറിയാവുന്ന മറ്റൊരു സിസ്റ്ററിനെ ഈ മദർ തയ്യാറാക്കി എല്ലാം. അപ്പോൾ അടുത്ത ഇലക്ഷന് അവർ മദർ ജനറൽ ആവണം, പ്രൊവിൻഷ്യൽ ആകണം. അങ്ങനെ അപ്പം നാച്ചുറലായിട്ട് 2 ടേം മദറായിരുന്ന ആൾ അവരുടെ കൂടെ പ്രവർത്തിച്ച മറ്റൊരു ജൂനിയർ ആളെ എല്ലാം ഒരുക്കി അവരെ പോലെ ജനറലാക്കി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് അവർ പ്രതീക്ഷിക്കുന്നത് ഇവർ ഇനി പുതിയ മദർ ജനറൽ ആകുമ്പോൾ പഴയ മദർ ജനറലിനെ ഒരു ഡീസൻ്റായിട്ടുള്ളൊരു സ്റ്റാറ്റസിൽ നിർത്തും എന്നുള്ള ഒരു വിചാരമാണ്. അതിന് കംപ്ലീറ്റ് വിപരീതമായിട്ട് അവർ പുതിയ മദർ ജനറൽ ആയതോടുകൂടി ആൾ മാറി. അതിനു മുമ്പുണ്ടായിരുന്ന ആളെ അല്ലാതെ അവർ പറയണ കേൾക്കണം, ഭയാനകമായ വേദന അനുഭവിക്കേണ്ടി വന്നു. 2 ടേം മദർ ജനറലായിരുന്ന എനിക്ക് ഒരു സെൻഡ് ഓഫ് പോലും തരാണ്ട് അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ഒരു ശിക്ഷ കൊടുക്കുന്ന പോലെ ഒരു സ്ഥലത്തേക്ക് എന്നെ ട്രാൻസ്ഫർ ആക്കി. എന്നെ അപമാനിച്ചു എന്നുള്ളത് ഇങ്ങനെ ഉണ്ടായത്. അവിടേക്ക് ട്രാൻസ്ഫർ ആക്കിയ ആ സ്ഥലം ഭയങ്കര ദൂരെയാണ്. അവിടെ നിന്നുള്ള ഒരച്ഛൻ ഒരു വലിയ വണ്ടിയുമായിട്ട് ടൗണിൽ വന്നിട്ടുണ്ടായിരുന്നു. അതറിഞ്ഞപ്പോൾ അച്ഛനോട് പറഞ്ഞു, അച്ഛൻ്റെ വണ്ടിയിൽ എൻ്റെ സാധനങ്ങളപ്പോൾ അത്രയും ലാഭമായല്ലോ, അച്ഛൻ്റെ കൂടെ പോകാമല്ലോ. അങ്ങനെ അച്ഛനോട് പറഞ്ഞു. ഈ പറഞ്ഞത് വേറൊരു സിസ്റ്റർ കേട്ടു. ആ സിസ്റ്റർ എന്ത് വിചാരിച്ചു? അച്ഛൻ്റെ കൂടെ ഓടിപ്പോകാമെന്ന് വിചാരിച്ചു. ഇത് മദറിനോട് പോയിട്ട്, പുതിയ മദറിനോട് പോയിട്ട് ഇത് പറഞ്ഞതേ ഇവരച്ഛൻ്റെ കൂടെ ഓടിപ്പോകാൻ. അതവിടെ മുഴുവനും അങ്ങ് പാട്ടാക്കി. അവർ പറയാണ്, ഇവരെയൊക്കെ ഞാൻ എൻ്റെ സ്വന്തം മക്കളെ പോലെ എടുത്തു കൊണ്ടുവന്ന് വളർത്തിക്കൊണ്ടുവന്ന് അവർ അധികാരത്തിൽ വന്നു കഴിഞ്ഞപ്പോൾ ഇതുപോലെ എന്നോട് പെരുമാറിയിരിക്കും. എന്നിട്ടിപ്പോൾ 10 വർഷമായി ഇതൊക്കെ സംഭവിച്ചു കഴിഞ്ഞിട്ട്. ക്ഷമിക്കാനും പറ്റണില്ല, ഈ വേദന താങ്ങാനും പറ്റണില്ല, എനിക്ക് പറ്റണില്ല. ശരീരം മുഴുവനും വേദന, എല്ലാ ജോയിൻസിലും പെയിൻ, 2 വടി കുത്തിപ്പിടിച്ചാൽ നടക്കണേ. ഞാൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു സങ്കീർത്തനമാണ് വരുന്നത്. സങ്കീർത്തനം 55. സങ്കീർത്തനം 55:12, ചിലതിൽ 13 ആയിരിക്കും. അതൊന്ന് പാടി കേട്ടോട്ടോ. ഇത് സഹചരനും ചങ്ങാതിയും കുറ്റസ്നേഹിതനുമായിരുന്ന നീ തന്നെയാണിത് ചെയ്തത്. നമ്മളുള്ള തുറന്ന് സംസാരിക്കുമായിരുന്നു. നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. ഞാനിത് എടുത്ത് അവരെ കൊണ്ട് വായിപ്പിച്ചു. ശത്രുവല്ല എന്നോട് ധിക്കാരപൂർവം പെരുമാറുന്നത്.
ആയിരുന്നെങ്കിൽ എനിക്ക് സഹിക്കാമായിരുന്നു. എതിരാളിയല്ല എന്നെ ഇതുപോലെ വഞ്ചിക്കുന്നത്, ആയിരുന്നെങ്കിൽ എനിക്ക് അകന്നിരിക്കാമായിരുന്നു. എന്നാൽ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട, ഞാൻ ഇത്രയും പ്രോത്സാഹിപ്പിച്ച് വളർത്തി ഞാൻ തന്നെ സ്ഥാനാരോഹണം ചെയ്തു കൊടുത്ത എൻ്റെ ഏറ്റവും സ്നേഹം, ഞാൻ ഏറ്റവും സ്നേഹിക്കുന്ന ആൾ, ഒന്ന് എല്ലാവരും പാടുക. എന്നാൽ എൻ്റെ സഹചരനും കുറ്റാദിയും കുറ്റസ്നേഹിതനുമായിരുന്ന നീ തന്നെയാണിത് ചെയ്തത്. നമ്മൾ ഒന്ന് തുറന്ന് സംസാരിക്കുമായിരുന്നു. നമ്മൾ ഒന്നിച്ച് ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. ഞാൻ പറഞ്ഞു, ഈശോ വഞ്ചിക്കപ്പെട്ടത് ശത്രുവിൽ നിന്നോ എതിരാളിയിൽ നിന്നോ അല്ല, ഈശോ ഒറ്റിക്കൊടുക്കപ്പെട്ടത്. അതിന് കുറച്ചുകൂടി ആഴമായി പഠിക്കുകയാണെങ്കിൽ എന്താണ് പിശാചിൻ്റെ ഏറ്റവും വലിയ പ്രവൃത്തി? പിശാചിൻ്റെ പ്രവൃത്തി, പിശാചുണ്ടായത് തന്നെ എങ്ങനെയാണ് ഉണ്ടായത്? വഞ്ചനയിൽ നിന്നാണ് ഉണ്ടായത്. എന്താ ഉണ്ടായത്? മാലാഖമാരെ ദൈവം ഇത്രയും വിശ്വസിച്ച് സകല അധികാരങ്ങളും സ്ഥാനങ്ങളും കൊടുത്ത ആ മാലാഖമാർ ദൈവത്തെ വഞ്ചിച്ച് ദൈവത്തെ പോലെ ആകാൻ ശ്രമിച്ചു എന്ന് പറഞ്ഞപ്പോൾ നമ്മളൊരാളെ വിശ്വസിച്ചുകൊണ്ട് നമ്മുടെ ചെക്ക് ബുക്ക് സൈൻ ചെയ്ത് കൊടുത്തിരിക്കുകയാണ്. എന്തുകൊണ്ടാണ്? നമ്മൾ ഉദ്ദേശിക്കുന്ന രീതിയിൽ അത് ഉപയോഗിക്കുന്നല്ലേ. അവൻ ആ പൈസ മുഴുവനും അടിച്ച് അവൻ്റെ അക്കൗണ്ടിലേക്ക് ആക്കിയാൽ എന്ത് ചെയ്യും? വഞ്ചനയല്ലേ. ഇതൊക്കെ തന്നെയാണ് നടക്കണേ. അപ്പം ഈ മാലാഖമാരുടെ ആ വഞ്ചനയാണ് അവർ ആരിലേക്ക് പകർന്നത്? ആദവും ഹവ്വയോടും ചെയ്തത്. അവരെ ദൈവത്തെ വഞ്ചിക്കുന്നവരാക്കി ഇല്ലേ? ആ വഞ്ചന തന്നെയാണ്, ആ വഞ്ചനാത്മകമായ പ്രവൃത്തിയെ, പാപത്തിൻ്റെ വഞ്ചനാത്മകമായ അവസ്ഥയെ വീണ്ടെടുക്കാൻ വേണ്ടി യേശു തൻ്റെ തന്നെ സ്നേഹിതരായ അപ്പസ്തോലന്മാരാൽ വഞ്ചിക്കപ്പെടുന്ന അവസ്ഥ സ്വീകരിക്കുകയാണ്. തിരസ്കരിക്കപ്പെടുക മാത്രമല്ല, ഒറ്റിക്കൊടുക്കപ്പെടുന്നില്ല. ശ്രദ്ധിച്ചോ? ഞാൻ ഒരു പ്രാവശ്യം പറഞ്ഞു, നമ്മുടെ കുർബാനയിലെ സ്ഥാപക വചനങ്ങളുടെ പ്രാർത്ഥനയിൽ എന്താ? അവൻ ഒറ്റിക്കൊടുക്കപ്പെട്ട രാത്രിയിൽ. ആ ഒറ്റിക്കൊടുക്കൽ, ആ വഞ്ചന യേശു സ്വീകരിച്ചു. എന്നാൽ എൻ്റെ സഹചരനും നമ്മളുള്ളു തുറന്നു സംസാരിക്കുമായിരുന്നു. നമ്മളൊന്നിച്ചു ദേവാലയത്തിൽ കൂട്ടായ്മ ആചരിക്കുമായിരുന്നു. ഇത് കേട്ടപ്പോൾ ആ സിസ്റ്റർ പറയാണ്, ഇത് തന്നെയാണ് എനിക്കുണ്ടായത്. ഞങ്ങൾ എന്തോ ഒരു കൂട്ടായിരുന്നു, ഞങ്ങൾ എന്തോരം ഒരുമിച്ച് ആരാധിച്ചിരുന്നവരാണ്. മഠത്തിൻ്റെ പശ്ചാത്തലത്തിൽ നോക്കി ഇത് എത്ര കൃത്യമാണെന്ന് അവർ പറയണം. തോമസ്, ഇവർക്ക് ചിരി വരാൻ തുടങ്ങി, ഇവർക്ക് ചിരി വരാൻ തുടങ്ങി, ഇവർക്ക് ചിരി വരാൻ തുടങ്ങി. എന്ത് സംഭവിച്ചപ്പോൾ ഇത് മുഴുവൻ ഈശോയെ ആശ്വസിപ്പിക്കുന്നതിനായി. മാത്രമല്ല ഇവരുടെ വടിയൊക്കെ വലിച്ചു കിടന്നിട്ട് ഇവരങ്ങ് ഡാൻസ് ചെയ്യാൻ തുടങ്ങി.
സകല വേദനയും പോയി, സകലതും പോയി. മറ്റു സിസ്റ്റർമാർ വിചാരിച്ചത് എന്ത് പറ്റി, പക്ഷേ അവർ എന്നിട്ട് ഒന്ന് സാക്ഷ്യം പറഞ്ഞത് കേൾക്കും. മാത്രമല്ല എന്നെ അങ്ങ് കെട്ടിപ്പിടിച്ചു. തടിയൊക്കെ ഉള്ള സിസ്റ്റർമാർ എന്നെ കെട്ടിപ്പിടിച്ച് എന്തായിരിക്കും എൻ്റെ അവസ്ഥ. എന്നിട്ട് സിസ്റ്റർ പറയണേ, ഞാൻ 2 വർഷം 2 ടേം, അതായത് എനിക്ക് 10 വർഷമാണ് മദർ ജനറലായ ഞാൻ ഈ രഹസ്യം ഇപ്പോഴും മനസ്സിലാക്കിയില്ലല്ലോ. നീ എങ്ങനെ ഇത് മനസ്സിലാക്കിയത്? മനസ്സിലാവണ്ടോ? അതാണ് ആത്മീയതയുടെ ആഴങ്ങളിലേക്ക് പോകണമെന്ന് പറയുന്നത്. നീ എവിടെ പോയി നീ കാര്യം പറഞ്ഞത്? ഓക്കെ, ഇതൊക്കെ നിനക്കുള്ളതാണെന്ന് തോന്നണം ഇവിടെ. അതെ, അപ്പം അവസാനം പറഞ്ഞത് കേട്ടോ. എന്നാൽ എൻ്റെ സഹചരനും ഉറ്റ ചങ്ങാതിയുമായ എൻ്റെ വീട്ടുകാർ തന്നെയാണ് ഇതൊക്കെ എന്നോട് ചെയ്യുന്നത്. ഇപ്പം അവരെയൊക്കെ നമുക്ക് മഹത്വപ്പെടുത്തണം അല്ലേ? അപ്പോൾ ഈശോയുടെ വീട്ടുകാർ തന്നെ ഈശോയുടെ എന്താ പറഞ്ഞത്? മർക്കോസ് 2:21 അവൻ്റെ വീട്ടുകാർ അവനെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നു. എന്തെന്നാൽ അവർ വിചാരിച്ചു അവന് ഭ്രാന്താണെന്ന് പറഞ്ഞിട്ടുണ്ടോ? എന്താ അവൻ്റെ വായിച്ചേ, കിട്ടിയോ? 2:21 നോക്കി, നമ്പർ തെറ്റിപ്പോണെന്താ? മർക്കോസ് 2:21 ആ ഭാഗത്ത് നോക്കി. മർക്കോസ് അത് അവന് വട്ടാണെന്നുള്ളത് പറഞ്ഞു. ജയിൻ എവിടെയത്? 3 3 അവന്റെ സ്വന്തക്കാർ ഇത് കേട്ട് അവനെ പിടിച്ചുകൊണ്ട് പോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നുവെന്ന് അവർ കേട്ടിരുന്നു. കണ്ടോ, നമുക്ക് ബാക്കി ആരെന്ത് പറഞ്ഞാലും നമുക്ക് സഹിക്കാം. നമുക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞ് നമ്മളെ ആരെങ്കിലും പറയുമ്പോൾ നമുക്ക് സഹിക്കാൻ പറ്റുമോ? അതും ഉണ്ടാവും. മാത്രമല്ല മാനസിക രോഗിയാണെന്ന് പറഞ്ഞ് പിടിച്ചു കൊണ്ടുവന്ന് ആശുപത്രിയിൽ ഇട്ട് 2 ഇഞ്ചക്ഷൻ കൊടുത്ത് അവിടെ കിടത്തിയാ പിന്നെ കിടന്ന് തന്നെ ഇല്ലേ? അതുവരെ സംഭവിക്കും. എന്തുകൊണ്ട് സംഭവിക്കും? അതുതന്നെയാ, സ്വന്തം ആളുകൾ, വീട്ടുകാർ, അവൻ്റെ സ്വന്തക്കാർ വന്ന് 3:21 അവൻ്റെ സ്വന്തക്കാർ. മനസ്സിലാവണം, ആരാണത്? അവൻ്റെ സ്വന്തക്കാർ, അപ്പനും അമ്മയും അല്ലെങ്കിൽ ആങ്ങളമാരും സഹോദരന്മാരൊക്കെ. ഇത് കേട്ട് അവന് പിടിച്ചു കൊണ്ടുപോകാൻ പുറപ്പെട്ടു. കാരണം അവന് സുബോധം നഷ്ടപ്പെട്ടിരിക്കുന്നെന്ന് അവർ കേട്ടിരുന്നു. മറ്റുള്ളവരൊക്കെ പറഞ്ഞു. എന്താ കാരണം? എന്താ അതിൻ്റെ തലേവചനം എന്താ പറയണത്? അതിൻ്റെ മുമ്പുള്ള വചനം പറയുന്നത് എന്താ? അവൻ ഒരു ഭവനത്തിൽ പ്രവേശിച്ചു. ജനങ്ങൾ വീണ്ടും വന്നുകൂടിക്കൊണ്ടിരുന്നു. തന്മൂലം ഭക്ഷണം കഴിക്കാൻ പോലും അവർക്ക് കഴിഞ്ഞില്ല. ഇത്രയുള്ള കാര്യം. അപ്പം നമ്മൾ ഈ പറയണ ഹൈ സ്പിരിച്വാലിറ്റി പറയുമ്പോൾ നമ്മുടെ വീട്ടുകാരൊക്കെ എന്താ നമ്മളോടും പറയണത്? ഇതെന്തോ വട്ട് കേസാണ്. ഇതെല്ലാം നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇതെല്ലാം എന്നാൽ എൻ്റെ സഹചരനും ഉറ്റ ചങ്ങാതി. അപ്പോൾ ഈശോ വഞ്ചിക്കപ്പെട്ട പോലെ നമ്മളെല്ലാവരും ഒരു പ്രാവശ്യമെങ്കിലും വഞ്ചിക്കപ്പെടും. ഏതെങ്കിലും സാഹചര്യത്തിൽ എന്തെങ്കിലും പോലെ അത് നമുക്ക് താങ്ങാൻ പറ്റില്ല. അപ്പോൾ എന്തു ചെയ്യും? അതാണ് 17-ാമത്തെ വചനത്തിൽ പറയുന്നത്. സങ്കീർത്തനം 55:17 സന്ധ്യയിലും പ്രഭാതത്തിലും മധ്യാഹ്നത്തിലും ഞാൻ ആവലാതിപ്പെട്ടു കരയും. പ്രാർത്ഥന കേൾക്കും.
അത് കഴിഞ്ഞ് 22-ാമത്തെ വചനത്തിൽ വരുമ്പോഴാണ് നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. എല്ലാവരും നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. പ്രൈസ് ദി ലോർഡ്. അതാണ് ദൈവനീതിയിൽ വന്ന് നമ്മൾ ദൈവാത്മാവുമായിട്ട് ഒന്നായി കഴിഞ്ഞാൽ ഇതൊക്കെ സംഭവിക്കും. നമുക്ക് സംഭവിച്ചാലും നമുക്കൊരു കുലുക്കം ഉണ്ടാവില്ല. കാരണം ഇതെല്ലാം നമ്മുടെ യേശുവിന് സംഭവിച്ചതാണെന്നും ഇതിലൂടെ നമ്മളും യേശുവുമായിട്ട് ഒന്നായിരിക്കും. ഞാനിതൊരു സ്ഥലത്ത് ഒരു ധ്യാനത്തിലിങ്ങനെ പറഞ്ഞപ്പോൾ അവിടെ ഉണ്ടായിരുന്നൊരു സഹോദരി വന്നൊരു സാക്ഷ്യം പറഞ്ഞതാണ്. ആ സാക്ഷ്യം ഇങ്ങനെയായിരുന്നു. അവർ പറഞ്ഞ കാര്യം കേട്ടോ, അവർ പറയാണ്, അല്ലെങ്കിൽ പറയേണ്ടത് പോട്ടെ, അതത്ര പറയാൻ കൊള്ളാത്ത കാര്യമാണ്. അതായത് അവർ വഞ്ചിക്കപ്പെട്ട ഒരവസ്ഥ, ഭർത്താവിൽ നിന്ന് വഞ്ചിക്കപ്പെട്ട ഒരവസ്ഥ. പക്ഷേ ആ ഭർത്താവിനോട് ക്ഷമിക്കാനോ ആ വഞ്ചനയുടെ വേദന സഹിക്കാനോ അവർക്ക് പറ്റണ്ടായിരുന്നില്ല അന്ന് വരെ. പക്ഷേ ഇത് സംഭവിച്ചു കഴിഞ്ഞു. ഈ വചനത്തിലൂടെ ഈ യേശു അനുഭവിച്ച വഞ്ചനാത്മകമായ തിരസ്കരണത്തിൻ്റെ വേദന ആണ് ഏറ്റവും വലിയ വേദന. ആ വേദനയോട് അത് ചേർത്തപ്പോൾ അവൾ പറയാണ്, അവൾ ഫ്രീ ആയി. ഭയങ്കര ഒരു സമാധാനം. മാത്രമല്ല അയാളോട് ക്ഷമിക്കാനും പറ്റി. നമുക്കൊന്ന് കണ്ണടച്ച് നമ്മുടെ ജീവിതത്തിൽ നമ്മളേറ്റവും സ്നേഹിച്ച ആളുകളോ നമ്മളൊട്ടും പ്രതീക്ഷിക്കാത്ത ആളുകൾ നമ്മളെ ക്രൂരമായ രീതിയിലോ വളരെയധികം നമ്മളെ വിഡ്ഢിയാക്കുന്ന പോലെ വഞ്ചിക്കുകയോ അപമാനിക്കുകയോ എല്ലാം ചെയ്തിട്ടുള്ള സംഭവങ്ങളുണ്ടെങ്കിൽ അതൊന്നും എടുത്ത് നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. ഇപ്പോൾ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കുക. ഈശോ അനുഭവിച്ച ആ വഞ്ചനാത്മകമായ സഹനത്തിൽ യേശുവിനെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് നമുക്ക് സമർപ്പിക്കാം. യേശുവിനെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് യേശുവേ സ്തോത്രം, യേശുവേ നന്ദി, യേശുവേ നന്ദി, ഈശോയെ നന്ദി. ഓ യേശുവേ, അങ്ങയെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് സമർപ്പിക്കുന്നു. അങ്ങയെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് ഞങ്ങൾ സമർപ്പിക്കുന്നു. അങ്ങയെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് സമർപ്പിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സന്ധ്യയിലും പ്രഭാതത്തിലും ഞാൻ അവലാതിപ്പെട്ടു കരയും, അവിടുന്ന് എൻ്റെ സ്വരം കേൾക്കും. നിന്റെ ഭാരം കർത്താവിനെ ഏൽപ്പിക്കുക, അവിടുന്ന് നിന്നെ താങ്ങിക്കൊള്ളും. നീതിമാൻ കുലുങ്ങാൻ അവിടുന്ന് സമ്മതിക്കുകയില്ല. ഒരിക്കൽ കൂടി സമർപ്പിക്കുക. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയൊരു വേദന ഈശോയെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് സമർപ്പിക്കുക. ഇപ്പോൾ ഇമ്മീഡിയറ്റ് നമ്മൾക്കൊരു പ്രത്യേക അനുഭവം ഉണ്ടാകും, നമ്മൾക്ക് ഉയർപ്പുണ്ടാകും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും ഭയാനകമായ ഒരു വേദന, വഞ്ചിക്കപ്പെട്ട അവസ്ഥ, നമുക്ക് വട്ടാണെന്ന് പറഞ്ഞ് നമ്മൾ പിടിച്ചു പോയിട്ടുണ്ടെങ്കിൽ ആ അവസ്ഥ, നമ്മൾ തിരസ്കരിച്ചിട്ടുള്ള അവസ്ഥ, നമ്മളെ അവഹേളിച്ചിട്ടുള്ള അവസ്ഥ, നമ്മൾക്കുണ്ടായ ഏറ്റവും വലിയ സഹനം ഈശോയെ ആശ്വസിപ്പിക്കുന്നതിനായിട്ട് ഞാൻ സമർപ്പിക്കുന്നു. ഈശോയെ,
ഇതിലൂടെ കോടാനുകൂടി ആത്മാക്കളിലേക്ക് അങ്ങയുടെ രക്ഷ കടന്നു വരും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈശോയെ, അങ്ങ് അനുഭവിച്ച വേദനകളെക്കുറിച്ച് ഞാൻ ചിന്തിക്കുമ്പോൾ ആ വേദനയുടെ ഒരു ഭാഗമായി തീരാൻ എന്നെ അങ്ങ് പങ്കാളിയാക്കിയതിനെ ഓർത്ത് ഞാൻ നന്ദി പറയുന്നു. ഈശോയെ, അവൻ വേദനിക്കണം എന്നത് അവിടുത്തെ ഹിതമായിരുന്നു. അവിടെ നിന്നാണ് അവനെ ക്ലേശങ്ങൾക്ക് വിട്ടുകൊടുത്തത്. അവൻ്റെ മേലുള്ള ക്ഷതം അവർക്ക് രക്ഷ നൽകി. ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. യേശുവേ സ്തോത്രം. എല്ലാവരും സ്തുതിക്കും. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം, യേശുവേ സ്തോത്രം, യേശുവേ മഹത്വം. ഉത്ഥാനത്തിൻ്റെ ശക്തിയിൽ ഞാൻ വിശ്വസിക്കുന്നു. കർത്താവ് എല്ലാ സഹനങ്ങളും അങ്ങയുടെ ആശ്വാസത്തിനായി സമർപ്പിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ആരെങ്കിലും ഒന്നോ രണ്ടോ പേർക്ക് ഇപ്പോൾ ഇതിങ്ങനെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചപ്പോൾ എന്തെങ്കിലും അനുഭവം ഉണ്ടായെങ്കിൽ ഒന്ന് വന്ന് പറയാമോ? ഈ സഹനത്തിൻ്റെ മേഖല യേശുവിനെ ആശ്വസിപ്പിക്കാനായി സമർപ്പിച്ചപ്പോൾ നിങ്ങൾക്കുണ്ടായ അനുഭവം ഒന്ന് വന്ന് പറയാമോ? വരൂ. ഇവിടെ നടിക്കുന്നു. ഇപ്പോൾ ബ്രദർ പറഞ്ഞ ഓരോ കാര്യങ്ങളും എൻ്റെ ജീവിതത്തിൽ എനിക്ക് അനുഭവപ്പെട്ടതായിരുന്നു. കാരണം എനിക്ക് 5 മക്കളുണ്ട്. എൻ്റെ ജീവിത പങ്കാളി എന്ന് പറഞ്ഞാൽ അന്നൊന്നും എനിക്ക് അറിയില്ലായിരുന്നു. ഞാൻ സഹിച്ചു. പക്ഷേ ആ മകനെ ഞാൻ കുറച്ച് കാലങ്ങൾക്ക് മുമ്പൊക്കെ വെറുത്ത്, എൻ്റെ മനസ്സുകൊണ്ട് വെറുത്ത്, എന്നെ അങ്ങനെ ചെയ്തില്ലേ ഇങ്ങനെ ചെയ്തില്ലേ എന്ന് പ്രതികാരമായി ചോദിച്ചു പോയിട്ടുണ്ട്. എന്നാൽ ഞാനിപ്പോൾ ഈ ബ്രദറിലൂടെ ഇത് കേട്ടപ്പോൾ, ഈശോയെ, നീ എന്നെ വിശുദ്ധീകരിക്കാനായിരുന്നു ആ മകനെ നീ എനിക്ക് തന്നത്. 5 മക്കളുണ്ടെങ്കിലും യാതൊരു ഉത്തരവാദിത്ത ബോധമില്ലാത്തൊരു മകനായിരുന്നു. ആ കുടുംബത്തെ വിശുദ്ധീകരിക്കാനും ആ മകൻ്റെ അമ്മ ഒരു 1-ാം പ്രമാണ ലംഘനത്തിൽ ആയിരുന്നു ജീവിച്ചിരുന്നത്. എന്നാൽ ആ കുടുംബത്തെ വിശുദ്ധീകരിക്കാനും ഈ മകനെ വിശുദ്ധീകരിക്കാനുമായി എൻ്റെ ദൈവം എന്നെ തിരഞ്ഞെടുത്തതാണ് എന്നുള്ള ഒരു പ്രത്യാശ, ഒരു വിശ്വാസം എന്നിലേക്ക് കടന്നു വന്നു. ഞാൻ ആ മകനെ വെറുത്തല്ലോ ഈശോയെ, നിന്നെ സ്നേഹിക്കുവാൻ ആ മകനെ എനിക്ക് നൽകിയത്. എന്നാൽ ഞാൻ ആ മകനെ സ്നേഹിക്കാതെ ആ മകനെ ശപിച്ചുകൊണ്ട് വെറുത്തു പോയതിന് ഈ സമൂഹത്തിൻ്റെ മുൻപിൽ നിന്നുകൊണ്ട് എൻ്റെ ഈശോയെ ഞാൻ കുമ്പസാരിച്ചിട്ടുണ്ടെങ്കിലും അതൊന്നും അത്ര വ്യക്തമായിട്ടൊന്നും പറഞ്ഞ് എനിക്ക് പാപമോചനം കിട്ടാൻ സാധിച്ചിട്ടില്ല. എൻ്റെ ഈശോയോട് ഞാൻ പരസ്യമായിട്ട് മാപ്പ് ചോദിക്കുകയാണ്. ആ മകൻ എന്നെ ഒത്തിരി ഈശോയിലൂടെ സ്നേഹിക്കുവാൻ അവസരം തന്നതായിരുന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു, പ്രത്യാശിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. കൈയടിച്ച് കർത്താവിന് നന്ദി പറയാം.